ന്യൂസ് മോർണിംഗിലേക്ക് വീണ്ടും. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. ഹാജരാകുന്ന കാര്യത്തിൽ പാർട്ടിയുമായി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നായിരുന്നു MM വർഗീസിന്റെ പ്രതികരണം. നേരത്തെ 4 പ്രാവശ്യം MM വർഗീസിനെ ചോദ്യം ചെയ്തിരുന്നു. അഹമ്മദ് മുജ്തബ കൂടുതൽ വിവരങ്ങൾ നൽകും. മുജ്തബ, ഇന്ന് ഹാജരാകില്ല എന്നുള്ള കാര്യം ഇന്നലെ തന്നെ MM വർഗീസ് അറിയിച്ചതാണ്. അതിനുള്ള കാരണമായി എന്താണ് അദ്ദേഹം പറയുന്നത്? PK ബിജുവിന് കൂടി നോട്ടീസ് ലഭിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുഖത്ത് EDയുടെ ഈ നടപടികളോട് ഏത് തരത്തിലുള്ള ഒരു സ്റ്റാൻഡ് എടുക്കണമെന്നാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്? സൈഫുദ്ദീൻ, തീർച്ചയായും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ കരുവന്നൂർ കേസ്, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസ് സജീവമായി നിലനിർത്തിക്കൊണ്ടുവരികയായിരുന്നു ED. അതിനൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഈ കേസ് സജീവമായി പരിശോധിക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ MM വർഗീസിനോട് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെടുന്നു. തുടരെ PK ബിജുവിനും അതോടൊപ്പം തന്നെ തൃശൂർ ജില്ലാ കൗൺസിലറായിട്ടുള്ള CPMന്റെ കൗൺസിലറായിട്ടുള്ള ജില്ലാ നേതാവ് കൂടിയായിട്ടുള്ള PK ഷാജൻ എന്നിവർക്കുൾപ്പെടെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED നോട്ടീസ് നൽകുന്നു. സ്വാഭാവികമായും CPMനകത്ത് തന്നെയുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് CPMനെ രാഷ്ട്രീയപരമായി വേട്ടയാടുന്നതിനുള്ള EDയുടെ ഒരു നടപടിയാണ് എന്നുള്ളൊരു കാര്യം CPM കൃത്യമായി തന്നെ അതിൻ്റെ അണികൾ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായ നിലപാട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. സ്വാഭാവികമായും ഹാജരാകേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് പൊതുവെ CPM സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും MM വർഗീസിന്റെ ഇന്നലത്തെ പ്രതികരണവും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഹാജരാകാൻ പാർട്ടി നേതൃത്വവുമായി കൂടി ആലോചിച്ച ശേഷം എന്തെങ്കിലും കാര്യത്തിൽ പാർട്ടി നിർദ്ദേശം നൽകുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഇപ്പോൾ എന്തായാലും സമൻസ് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് ഹാജരാകില്ല എന്നുള്ളൊരു കാര്യം MM വർഗീസ് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ PK ബിജുവിനോട് നാളെ കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. PK ബിജു, നമുക്കറിയാം, ഈ കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ തന്നെ അതിന് പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷനെ നയിച്ചത് PK ബിജുവാണ്. ഒപ്പം തന്നെ PK ഷാജനും ആ കമ്മീഷനിൽ അംഗമായിരുന്നു. സ്വാഭാവികമായും ഈ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട ബാങ്കിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും PK ബിജുവിനും PK ഷാജനും അറിയാമെന്നുള്ളൊരു കാര്യം തന്നെ പ്രത്യേകിച്ച് ഈ കേസിലെ മുഖ്യപ്രതിയായ ജിജോർ ഉൾപ്പെടെയുള്ള ആളുകൾ EDക്ക് രഹസ്യമൊഴി നൽകിയതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഈ EDക്ക് മുമ്പിൽ ഹാജരാകാൻ വിളിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമാണ്. എന്തായാലും നേരത്തെ തന്നെ ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ EDക്ക് സമർപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്വാഭാവികമായും രണ്ടുപേരെയും കൊച്ചി ED ഓഫീസിലേക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വിളിപ്പിച്ചിട്ടുള്ളത്, നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് MM വർഗീസ് ഹാജരാകില്ല എന്നുള്ളൊരു കാര്യം തീർത്തു പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും തൊട്ടടുത്ത ദിവസങ്ങളിൽ വ്യാഴാഴ്ച PK ബിജുവും വെള്ളിയാഴ്ച PK ഷാജനും ഹാജരാകുമോ എന്നുള്ളൊരു കാര്യത്തിൽ കൂടി ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇന്ന് അത് സംബന്ധിച്ച ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. സൈഫുദ്ദീൻ. ശരി മുജ്തബ.